ക്രൊയേഷ്യൻ കോച്ച് ഇഗോർ സ്റ്റിമാക്കിനെ പുറത്താക്കിയതോടെ ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീമിന് പുതിയ പരിശീലകനെ തേടി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. സ്റ്റിമാക്കിന് കീഴിൽ കഴിഞ്ഞ 12 മത്സരങ്ങളിൽ 9ലും ഇന്ത്യ തോറ്റിരുന്നു. 2 സമനിലയായി. AFC ഏഷ്യൻ കപ്പിലെ ദയനീയ പുറത്താകലിന് പിന്നാലെ ലോകകപ്പ് യോഗ്യതാ റൗണ്ട് പോരാട്ടത്തിലും തുടർ തോൽവികൾ ഏറ്റുവാങ്ങി അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാനാകാതെ ഇന്ത്യ നാണം കെട്ടു. ഫിഫ റാങ്കിങ്ങിൽ 125 സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. ഇതോടെയാണ് ക്രൊയേഷ്യക്കാരനെ പുറത്താക്കാൻ AFF തീരുമാനിച്ചത്. 2019 ചുമതല ഏറ്റെടുത്ത സ്റ്റിമാക്കിന്റെ കീഴിൽ ടീം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിലും നിർണായക കളികളിൽ കാലിടറിയത് തിരിച്ചടിയായി. പുതിയ കോച്ചിനെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ടീമിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്നും ഫെഡറേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സമീപകാലത്ത് ഇന്ത്യൻ സംഘത്തെ പരിശീലിപ്പിച്ചവരിലധികവും വിദേശികളാണ്. ബോബ് ഹൂട്ടൻ 2006 മുതൽ 2011 വരെയും വിം കോവർമൻസ് 2012 മുതൽ 14 വരെയും സ്റ്റീവൻ കോൺസ്റ്റന്റൈൻ 2015 മുതൽ 19 വരെയും ഇന്ത്യൻ കോച്ചുമാരായി. 2011-12 കാലത്ത് ഇന്ത്യക്കാരായ അർമാൻഡോ കൊളാസയും സാവിയോ മെദേരയും പരിശീലകരായി. സ്വദേശി പരിശീലകരെ ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ AFF ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ സഹപരിശീലകൻ മഹേഷ് ഗാവലിയും ജംഷഡ്പൂർ FC കോച്ച് ഖാലിദ് ജമീലുമാണ് സാധ്യതകളിൽ മുന്നിലുള്ളത്. ഇന്ത്യൻ അണ്ടർ-23 ടീം പരിശീലകൻ ക്ലിഫോർഡ് മിറാൻഡ, റെനഡി സിംഗ്, ഗുർമാങ്കി സിംഗ് തുടങ്ങിയവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.